ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കൺമണി ഒഫീഷ്യലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് തക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. തക്കാളി കൃഷി വളരെ എളുപ്പത്തിൽ വീട്ടുവളപ്പിലും ഗ്രോ ബാഗിലും ചെയ്യാവുന്ന ഒന്നാണ്. നമുക്ക് ഏവർക്കും അറിയാം. നല്ല സൂര്യപ്രകാശവും ഈർപ്പമുള്ള കാലാവസ്ഥയാണ് തക്കാളിക്ക് അനുയോജ്യം. വിത്ത് പാകി തൈകൾ മുളപ്പിച്ചാണ് തക്കാളി കൃഷി ചെയ്യുന്നത്. ഇനി നമുക്ക് വിത്ത് പാകലിനെ കുറിച്ച് കേട്ടാലോ. തക്കാളി വിത്തുകൾ നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് ലായനി ഏകദേശം 2% മാത്രമേ എടുക്കാവൂ കേട്ടോ. 1 മണിക്കൂർ മുക്കി വെക്കുന്നത് രോഗങ്ങൾ തടയാൻ സാധിക്കും. ചാണകപ്പൊടിയും മണ്ണും കലർത്തിയ മിശ്രിതത്തിൽ വിത്തുകൾ പാകി മുളപ്പിക്കണം. ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ ആണ് നടുന്നതെങ്കിൽ മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ചകിരിച്ചോറ് എന്നിവ തുല്യമായ അളവിലെടുത്ത് മിശ്രിതം തയ്യാറാക്കുക. അല്പം കുമ്മായം ചേർത്ത് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുന്നതാണ് നല്ലത്. ഇനി വൈകുന്നേരങ്ങളിൽ തൈകൾ പറിച്ചു നടുന്നതാണ് വേരോട്ടത്തിന് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വളത്തെക്കുറിച്ച് പരിചയപ്പെട്ടാലോ. ജൈവ വളങ്ങളായ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് എന്നിവ വെള്ളത്തിൽ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ചാണകപ്പൊടിയും ഇടയ്ക്കിടയ്ക്ക് നൽകാം. തക്കാളിയിൽ കാണപ്പെടുന്ന നമ്മൾ എപ്പോഴും തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് തക്കാളിയുടെ വാട്ടരോഗം. അപ്പോൾ വാട്ടരോഗം മാറാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണസ് ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഉത്തമമാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.